ഞാനൊന്ന് കോഴിക്കോടേക്ക് പോന്നതാന്ന്. രാവിലെ ഒരു 11:15 വീട്ടിന്ന് വിട്ടിന്. കാര്യായിട്ടുള്ളൊരു പരിപാടിണ്ട്. പരിപാടിക്ക് ഫുഡും ഉണ്ട്ന്ന് കേട്ടതുകൊണ്ട് മാത്രാണ് സത്യം പറഞ്ഞാല് ഞാനിവിടെ പോന്നെ. ഭയങ്കര ട്രാഫിക്കും പിന്നെ റോഡിന്റെ പണിയെല്ലാം ആയിട്ട് കോഴിക്കോട് എത്താൻ നല്ല ലേറ്റായിന്. വരുന്ന വഴിക്കാണെങ്കി ഒന്നും കഴിക്കാനും പറ്റിയില്ല. അതുകൊണ്ട് നല്ല വെശപ്പുണ്ടേ. അങ്ങനെ ഉച്ചക്കൊരു 2:15 ലൈറ്റായിട്ടൊരു ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് ഈടെ കേറി. പണ്ട് കണ്ണൂരിന്ന് കോഴിക്കോടേക്ക് ഞാൻ ബിരിയാണി കഴിക്കാൻ വേണ്ടി മാത്രം വന്നിട്ടുണ്ട്. പുതിയ ബസ് സ്റ്റാൻഡിൽ പോയി ആട്ന്ന് വോളൻ്റെ ബസ്സിൽ കേറി അല്ലെങ്കിൽ വിക്രാന്തിന് കേറി ₹50 കൊടുത്തിട്ട് കോഴിക്കോട് വരും. എന്നിട്ട് പാരഗണിൽ പോയിട്ട് നല്ല ഫുൾ 1.5 ചിക്കൻ ബിരിയാണി എല്ലാം അടിക്കും. ഇത് പാരഗണിൻ്റെ സഹോദര സ്ഥാപനമായ സൽക്കാരയാ. ആ സമയത്തൊന്നും ഞമ്മളെ കണ്ണൂരെവിടെയും ചമ്മന്തിയും പപ്പടമൊന്നും കിട്ടുന്ന ബിരിയാണി സ്പോട്ട് ഇല്ല കേട്ടാ. കോഴിക്കോട് പാരഗണിലാണെങ്കിൽ 2, 3 പ്രാവശ്യം ചോദിച്ചാൽ പപ്പടം തരും. അതിന് എക്സ്ട്രാ പൈസയും വാങ്ങിക്കില്ല അവർ. പാരഗണിന് ഞാൻ ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം രാത്രിയെല്ലാമായിട്ട് ഒരുപാട് തവണ ബിരിയാണി കഴിച്ചിട്ടുണ്ട് എങ്കിലും സൽക്കാരേന്ന് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ചെറിയൊരു കഷ്ണം ചിക്കൻ പീസ്, തൈര് സലാഡും ഈത്തപ്പഴം ബീട്രൂട്ട് അച്ചാറും പപ്പടം എല്ലാം കൂട്ടി വെച്ച ബിരിയാണി റൈസിൻ്റെ കൂടെ വെച്ചിട്ട് കഴിച്ചാൽ പാരഗണിലെ ബിരിയാണി വെച്ച് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു പകുതി ടേസ്റ്റേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടാ. പിന്നെ ബിരിയാണി മാത്രമല്ല, ഒരു സ്പെഷ്യൽ ആവോലി പൊരിച്ചയും വാങ്ങിയിട്ടുണ്ടേനു. ആ ആവോലി പൊരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മേലെ തേച്ച് പിടിപ്പിച്ച മസാല ഉണ്ടല്ലോ, അത് അത്യാവശ്യം നല്ല അടിപൊളിയാണ് കേട്ടോ. ഒരു പവറിലുണ്ടായിരുന്നു. പക്ഷേ ആ മീനുണ്ടല്ലോ, അത് ഭയങ്കര ഫ്രഷ് ഒന്നും ആയിരുന്നില്ല എനിക്ക് കിട്ടിയത്. 190 എടുത്ത ഫുൾ ചിക്കൻ ബിരിയാണീൻ്റെ റേറ്റ്. ആവോലി തവ ഫ്രൈക്ക് 800. അപ്പോൾ സ്പോട്ട് സൽക്കാരയാണ്. കോഴിക്കോട് വയനാട് റൂട്ടിൽ ചേലാവൂരിലെ പുതിയ സൽക്കാരാട്ടോ. അപ്പം അങ്ങനെ ആടുന്ന് കഴിച്ച് മെല്ലെ ഇറങ്ങിയിട്ട് ഞാൻ കോഴിക്കോട് ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടല്ലേ വന്നേ. നേരെ അങ്ങോട്ട് പോയി. അപ്പം പരിപാടി നടക്കുന്നത് കോഴിക്കോട് ഹൈലൈറ്റ് ബിസിനസ് പാർക്കിലാണ്. അവരൊരു പ്രീമിയം അപ്പാർട്ട്മെൻറ്റ് പ്രൊജക്റ്റായ ഒളിമ്പസ് 2ൻ്റെ ലോഞ്ചാണ്. കേരളത്തിലെ തിരുവനന്തപുരം മുതൽ ഇങ്ങ് കാസർഗോഡ് വരെയുള്ള എല്ലാ ഇൻഫ്ലുവൻസേഴ്സും ഉണ്ടായിരുന്നു കേട്ടോ പരിപാടിക്ക്. കുറച്ച് ആൾക്കാരെ പരിചയപ്പെട്ട് അങ്ങനെ പരിപാടിയിൽ എങ്ങനെയുള്ളൂ ഇരുന്ന് സമയം കൂട്ടിയിട്ട് നേരെ ഫുഡ് അടിക്കാൻ പോയേ. കോഴിക്കോട് ഇങ്ങനെ ഒരു പരിപാടി ഓർഗനൈസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അതിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ട് കോൾ ചെയ്ത് തരുമോ. ഞാൻ ആദ്യം അവരോട് അങ്ങോട്ട് ചോദിച്ചത് പൈസ എത്ര കിട്ടുമെന്നല്ല, നല്ല വെറൈറ്റി ഫുഡ് ഉണ്ടോയെന്ന്. അപ്പോൾ അവർ പറഞ്ഞ് ഫുഡിൽ ഇഷ്ടം പോലെ ഉണ്ട്, കുറേ വെറൈറ്റി ഐറ്റംസ് ഉണ്ടെന്ന്. അപ്പോൾ അത് കേട്ടുകൊണ്ട് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഞാനിങ്ങോട്ട് വന്നത്. ചെമ്മീനും ചിക്കനും ബീഫും മീൻ പൊരിച്ചും മീൻ പൊള്ളിച്ചും കൂന്തൽ നിറച്ചതും മട്ടണും ചിക്കൻ ബിരിയാണിയും വെള്ളയപ്പവും നെയ്പ്പത്തിലും പിന്നെ ഒറോട്ടി അങ്ങനെയെല്ലാം ആയിട്ട് ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. പച്ചക്കറിയെല്ലാം അവിടെ കണ്ട് ഞാൻ മൈൻഡേ ആക്കിയിട്ടില്ല. ബിരിയാണി 2 ടൈപ്പിലുണ്ട്. ചിക്കൻ ബിരിയാണി ഉണ്ട്, മട്ടൻ ബിരിയാണി ഉണ്ട്. പിന്നെ ഇത് തലശ്ശേരിക്കാരുടെ മുട്ട സിർക്കയാണ്. പിന്നെ വേറൊരു പൂരി പോലത്തെ ഐറ്റം ഉണ്ടായിരുന്നു, അതിൻ്റെ പേര് കറക്റ്റ് എനിക്കറിയില്ല. രാമശ്ശേരി ഇഡ്ഡലി ഉണ്ട്, പിന്നെ മറ്റേ ക്രിസ്പി ആയിട്ടുള്ള ചിക്കനും എല്ലാം ഉണ്ട്. അങ്ങനെ കൈ കഴുകിയിട്ട് പതുക്കെ ഒരു പ്ലേറ്റുമായിട്ട് ഞാൻ ഫീൽഡിലോട്ടേക്ക് ഇറങ്ങി. ഉച്ചക്കാടുന്ന ചിക്കൻ ബിരിയാണി കഴിച്ചില്ലേ, അത് കഴിക്കണ്ടേനു. അത് കഴിച്ചതാണ് ഈ അടുത്തിടെ ഞാൻ ചെയ്തതിൽ ഏറ്റവും വലിയൊരു തെറ്റ്. അത് കഴിച്ചത് പോട്ടെ, ആ ആവോലി പൊരിച്ചതെങ്കിലും ഒഴിവാക്കിയേനും കേട്ടാ. എന്താണെന്നറിയാം, ഇപ്പോൾ ആ കഴിച്ചിട്ടുള്ള വയറ് ഫുള്ളായത് അതേപോലെ ഉണ്ട്. എനിക്ക് ഒരു വിശപ്പും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇവിടുന്ന് കഴിക്കാണ്ട് പോകുന്നത് ഏറ്റവും വലിയൊരു മണ്ടത്തരാവും. അതുകൊണ്ട് ജീവൻ പണയം വെച്ചിട്ട് പ്ലേറ്റിൽ എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും സാധനങ്ങൾ ഇട്ടിട്ട് ഒരു സൈഡിൽ അവിടെ പോയി ഇരുന്നിട്ട് പതുക്കെ ഇവിടുന്ന് കഴിക്കാൻ തുടങ്ങിയേ. കരിമീൻ പൊള്ളിച്ചത് കഴിച്ചു തുടങ്ങി. അതിന് ശേഷം മീൻ പൊരിച്ചത് കഴിച്ച്, പിന്നെ ചെമ്മീൻ 2 ടൈപ്പിലാക്കിയത് കഴിച്ച്, പിന്നെ ഈ പൂരി പോലത്തെ ഈ സാധനം കഴിക്കാൻ തുടങ്ങി. അതിൻ്റെ ഇടയിൽ കൂന്തൽ നിറച്ചതുണ്ടേനും കേട്ടുകിടാ. എൻ്റെ മിക്ക വീഡിയോൻ്റെ താഴെ ഏതോ ഒരുത്തൻ കമൻറ്റ് ചെയ്യുന്നുണ്ട്, എപ്പോൾ നോക്കുമ്പോൾ കൂന്തൽ നിറച്ചത് ട്രൈ 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 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടുന്ന് 2 കൂന്തൽ നിറച്ചയും കഴിച്ചിന്. ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കണ്ണൂർ ഏടി ഇത് കിട്ടാനില്ലാന്ന് തോന്നുന്നു. ഇത് നമ്മൾ രാവിലെ ആക്കുന്ന പൂരിയില്ലേ, അതിൻ്റെ ഒരു ക്രിസ്പി ടൈപ്പ് ആയിട്ടേനു. ഇതിൻ്റെ പേര് ഞാൻ നോക്കി വെച്ചിന്, പക്ഷേ വിട്ടുപോയി. ഒരു അറബിക്കായിട്ടാണ്. അതിൻ്റെ പേര് അറിയുന്നവർ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതും ബീഫും കഴിച്ച്, അതിന് ശേഷം സ്പ്രിങ് ചിക്കൻ്റെ ഫ്രൈ ഉണ്ടായിരുന്നു, അതും കഴിച്ചു കേട്ടോ. അത് അടിപൊളിയായിരുന്നു. പിന്നെ കുറച്ച് മട്ടൻ ബിരിയാണി എടുത്ത്, അതിന് ശേഷം ചിക്കൻ ബിരിയാണിയും കഴിച്ചിന്. 2 ബിരിയാണിയും തീരെ പോരാ, എന്തോ ഒരു വെള്ളം കയറിയ പോലെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ബിരിയാണി. ബിരിയാണി റൈസ് കാണുമ്പോൾ തന്നെ തിരിയുന്നില്ലേ, ഒരുമാതിരി വെള്ളം കയറിയ പോലെ ഉണ്ട്. ഒരു ഫ്ലേവറും ഉണ്ടായിട്ടില്ല മട്ടൻ്റെ ഒന്നും. നോൺ വെജെല്ലാം നിൽക്കാണ്ട് കുറേ കഴിച്ചല്ലേ, അപ്പോൾ അതിനെല്ലാം ഒന്ന് സെറ്റിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാലഡ് കഴിച്ചിട്ട് ഒരു ഗ്ലാസ് നല്ല ചൂട് പാൽ കാപ്പി കുടിച്ച്. ഇത് കോഴിക്കോട് ഒരു വളരെ പ്രമുഖനായിട്ടുള്ളൊരു ഡോക്ടർ ഫുഡ് ബ്ലോഗറാണ്. മൂപ്പര് ഒരു ചെറിയ ഡയറ്റിലായതുകൊണ്ട് മധുരം വളരെ കുറച്ച് മാത്രമേ കഴിക്കുന്നുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ അവിടെ നിന്നിറങ്ങിയിട്ട് ഞാൻ നേരെ പോയത് കോഴിക്കോട് ബീച്ചിലെ സ്റ്റാർബക്സിലേക്കാണ് ഒരു കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ട്. അവിടുന്ന് ഒരു കാപ്പി മാത്രമാണ് പറഞ്ഞത്. അപ്പം എൻ്റെ കൂടെയുള്ള എൻ്റെ തൊട്ട് സൈഡിൽ നിന്ന് ഓർഡർ ചെയ്ത 2 ആൾക്കാർ ഈ സാൻഡ്വിച്ച് ഓർഡർ ചെയ്തു. അങ്ങനെ ഞാനും ഒരു സാൻഡ്വിച്ച് ഓർഡർ ചെയ്തു, ഒരു ബ്രൗൺ ബ്രെഡിൻ്റെ സാൻഡ്വിച്ച്. ആ ബ്രൗൺ ബ്രെഡിൻ്റെ സാൻഡ്വിച്ച് നല്ല ടേസ്റ്റ് തരും കേട്ടോ. പിന്നെ കോൾഡ് കോഫിയും കുഴപ്പമില്ല. രണ്ടിനും കൂടി ആയത് 890 അങ്ങനെ അത് കഴിച്ചിട്ട് പൈസ മുതലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ആടി അങ്ങനെ ഇരുന്ന്. എന്നിട്ട് കോഴിക്കോട് ബീച്ചിലൂടെ ഒന്ന് ഉലാത്തിയ ശേഷം ഗണേഷ് ഫ്രൂട്ട്സ് ആൻഡ് ജ്യൂസ് ഇല്ലേ, അവിടെ പോയിട്ട് ആടുന്നൊരു ഇളനീർ അവക്കാഡോയും കുടിച്ചു കേട്ടോ. എന്നിട്ട് നേരെ നാട്ടിലേക്ക് വന്നു. അപ്പം ശരി.